നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. മധുരമുള്ള ഇലയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു കൊഴുക്കട്ട എന്ന് പറയാം. ഇലയിൽ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് റവയാണ്. അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര നമ്മളൊരു മുക്കാൽ കപ്പോളം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഒരു 1/4 കപ്പ് ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് അണ്ടിപ്പരിപ്പ് വേണം. പിന്നെ നമ്മൾ ഏലക്ക ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചു. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങ ചിരകിയിട്ട് ഒന്ന് മൂപ്പിക്കുക. ഒന്ന് ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയാൽ മതി. അതിന് ശേഷം നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാം. എന്നിട്ട് റവ കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. നമ്മൾ ഉപ്പുമാവൊക്കെ ചൂടാക്കുമല്ലോ, അത്രയും ചൂടാക്കി മാറ്റി വെക്കാം. ഇനി ശർക്കര ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം വെച്ചു. ഇനി 1/4 കപ്പായിരുന്നു ശർക്കര എടുത്തിട്ടുള്ളത്. അതിലേക്കിട്ട് ഒന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. അതിന് ശേഷം ഞാൻ അരിച്ച് വേറൊരു പാനിലോട്ട് മാറ്റിയതാണ്. എന്നിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയത്ത് റവയും അതുപോലെ തന്നെ തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, വറുത്തെടുത്തിട്ടില്ല, അതും ഇടുക. ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യും കൂടെ ഉണ്ട്. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകത്തിൽ ഇതായി വരണം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതിന് വേണ്ടത് വാഴയിലയാണ്. വാഴയില ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് വലുപ്പത്തിലും മുറിച്ചെടുക്കാം. എന്നിട്ട് നെയ്യ് തടവിയിട്ട് ഞാൻ ഇതിലേക്ക് റവയുടെ കൂട്ടുണ്ടല്ലോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വാഴയില ഇങ്ങനെ ചുരുട്ടി വെക്കുകയാണ്, മടക്കി വെക്കുകയാണ്. അപ്പോൾ വാഴയില വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ വാട്ടിയെടുക്കുമല്ലോ, അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ ഞാനിതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആവി വരുന്ന സമയത്തെല്ലാം വെച്ച് കൊടുക്കാം. എന്നിട്ട് അധിക സമയമൊന്നും വേണ്ട. നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തതാണല്ലോ റവയെല്ലാം, ശർക്കര പാനിയിൽ നന്നായിട്ട് ആക്കി എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ആവി കയറി വന്നാൽ മതി. അപ്പോൾ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, കേസരിയുടെ ഒക്കെ ടെക്സ്ചറിൽ, കൂടാതെ നമ്മൾ ആവിയും കൂടെ കയറ്റി എടുക്കുമ്പോൾ അതും ഇലയിൽ പൊതിഞ്ഞിട്ടപ്പോൾ ആ ഇലയുടെ ഒരു രുചിയും മണവും എല്ലാം കൂടെ ആകുമ്പം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്വീറ്റാണ്, സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.